സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ, പ്രവൃത്തിയിൽ യാതൊരു ശക്തിയുമില്ല. ദുർബലമായൊരു കേന്ദ്ര നേതൃത്വമാണ് CPM-നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരുത്തുക, പാർട്ടി നേതാക്കൾ തിരുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു ശൈലിയിലും അവർ മാറ്റം വരുത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് SFIയുടെ ഗുണ്ടായുസവും അക്രമമായിരുന്നു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ്. SFI ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ പഴിയും SNDPക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കുമാണ് എന്നുള്ള തലതിരിഞ്ഞ വ്യാഖ്യാനമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനമല്ല, വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലല്ല, പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമല്ല, തിരുത്താനുള്ള നീക്കവുമല്ല. രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം. ഒന്ന്, അമിതമായ വർഗീയ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം. ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാൻ ഹമാസിൻ്റെതടക്കമുള്ള നേതാക്കളെ കൊണ്ട് കേരളത്തിൽ പ്രസംഗിപ്പിച്ച റാലികളിൽ മറ്റും സംഘടിപ്പിച്ചതിനെതിരായി സർക്കാർ ഒരു സമീപനവും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് കേരളത്തിൽ വ്യാപകമായ പിന്തുണ നൽകുകയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM നേതാക്കളും പൗരത്വ നിയമ ഭേദഗതിയും ഇസ്രായേൽ ഹമാസ് പ്രശ്നവുമൊക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കിയത്. അതിൻ്റെ ഫലമായി മുസ്ലിം സമുദായം അവർ വേട്ടയാടപ്പെടുകയാണെന്നുള്ള നിരന്തരമായ പ്രചരണത്തെ തുടർന്ന് അവരൊരൊറ്റ ബ്ലോക്കായി UDFലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാട് UDFനെയാണ് സഹായിച്ചത്. CPM-ലെ സ്വന്തം സഖാക്കൾ പോലും, മുസ്ലിം സഖാക്കൾ പോലും UDFന് വോട്ട് ചെയ്തു.